Ishak, I am proud of you, my son. ഇന്ന് എന്റെ ദിവസമാണ്. I want to celebrate the whole day. Maria Rita, വേഗം ഡിന്നർ റെഡിയാക്കൂ. ഇഷാക്കിന് എന്തിഷ്ടമാണോ അത് പ്രിപ്പയർ ചെയ്യൂ. ഇവൻ ഈ ഇഷാക്ക് ദൈവദൂതനാണ്. ദൈവം തമ്പുരാൻ ഇപ്പോൾ ഇവന്റെ മുഖച്ചായ ഇല്ലേ മാർഗരീത്ത? ഇപ്പോഴാണോ വരുന്നത്? ഇഷാക്ക് വരുമ്പോൾ റിസീവ് ചെയ്യാൻ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് ഹോട്ടലിലേക്ക് വിളിച്ചു പറഞ്ഞതല്ലേ ഞാൻ? ഹായ് ജെന്നി. രാവിലെ ലാൻഡ് ചെയ്തു. നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സ്മാർട്ടായിട്ടുണ്ട് നേര്. എല്ലാരും ജെന്നിയെ കാത്തിരിക്കുക അവിടെ. പപ്പ, മമ്മ, എന്റെ ഫ്രണ്ട്സ്, എവരിബഡി. ഇനിയല്ല അടുക്കി പറക്കുക, പുറപ്പെടുക. വിസയും ടിക്കറ്റും ഒക്കെ ശരിയാക്കി വന്നിരിക്കുകയല്ലേ മിടുക്കൻ. ഇനി ആ നക്കാപ്പിച്ച ഹോട്ടലിലെ ജോലി ആവശ്യമില്ല നമുക്ക്. നാളെ വന്ന് വരണില്ല എന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഇഷാക്കിനെ കണ്ടോ? പണ്ട് ഇതുപോലെ വന്നതാ വില്യം. പക്ഷേ മുറിന്ന് പുറത്തിറങ്ങാതെ വാതിലടച്ച് ഇതിനകത്ത് തന്നെ ഇരുന്നു സാറാൻറ്റി. എന്റെ മോൾക്ക് അതിന് പോലും കഴിയാതെയായി അല്ലേ? ഇങ്ങോട്ട് പോന്നു. അപ്പോഴേക്ക് ചെന്നവനൊരു കമ്പനി കൊടുക്ക്. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ യു. ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞ് പെണ്ണിന് അതും ഇതും തോന്നിയാൽ എന്റെ സ്വഭാവം ശരിക്കറിയാലോ നിനക്ക്. പണ്ട് മുതലുള്ള മോഹ. യെസ്, നൗ ഇറ്റ്സ് ഗോയിങ് ടു ബി റിയൽ. At last, you're coming to my way, to my life. വ്യാമോഹങ്ങളൊക്കെ വലിച്ചെറിയാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റാ കടല്. ഇന്നാൾ ഈ കടപ്പുറത്ത് നിന്നൊരു ഭ്രാന്തം പറയണ കേട്ടുന്ന് ഇയാളാ പറഞ്ഞത്. ആ ഭ്രാന്തന് ഭ്രാന്തല്ലേ? എന്നാ പോവാ? ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം. ഇനിയൊക്കെ ഇഷാക്ക് കൽപ്പിക്കും, ജെനിഫർ സംഘം അനുസരിക്കും. തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതിക്ക് തൂക്കിലേറ്റുന്ന ദിവസം കൃത്യമായിട്ടറിയാൻ പറ്റൂലേ? ഇത്രാം തീയതി കൃത്യം ഇത്ര മണിക്ക്. പിന്നൊരു പ്രതീക്ഷയുണ്ട്, ദയാഹർജി. ഇവിടെ ദയാഹർജിക്കുള്ള സ്കോപ്പും ഇല്ല അല്ലേ? ഒരു ഹർജി ഞാൻ തന്നാ സ്വീകരിക്കോ? സ്വീകരിക്കണം. ആ കുട്ടിക്ക് ഇനി ബോംബിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല. ഇയാൾ സമ്മതം മൂളിയ പൂജയെ സമ്മതിക്കും. ആര്യാദേവിയും എതിരൊന്നും പറയില്ല. കഴിഞ്ഞതൊക്കെ മറന്ന ആ കുട്ടീനെ. ഓ, തുടങ്ങി. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പറയാം. സച്ചി പറ, ഞാൻ കേക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. സാറാൻറ്റിയുടെ ആഗ്രഹ പോണേന് മുമ്പ് സച്ചി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും ഗ്രാൻഡ് പ ഇല്ലാത്ത നേരത്ത് സച്ചി ഒന്ന് വരുമോ സാറാൻറ്റി? സച്ചി വാ. സച്ചി വന്നല്ലോ, സന്തോഷായി. വല്ലാത്ത മുൻചുണ്ടിക്കാരനാണല്ലേ, അച്ഛനെ പോലെ. എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് ഇവിടെ വന്ന് പറയും. തല്ലുകൂടി കളിയാക്കി പരിഭവം കാട്ടി നടക്കുമ്പോഴും അറിയാതെ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന മോഹം സാറാൻറ്റി കാരണം വേണ്ടെന്ന് വെച്ചു രണ്ടുപേരും, ഇല്ലേ? ഒരിക്കൽ സാറാൻറ്റി കാരണം
ഈ വീട്ടിൽ എല്ലാവരുടെയും സന്തോഷം നഷ്ടപ്പെട്ടു. കഥ ആവർത്തിക്കുന്ന പോലെ ഇപ്പോ എന്റെ ജെന്നിയുടെ ഊഴമാണ്. അവള് പൊയ്ക്കോട്ടെ, ഇല്ലേ സച്ചി? സാറയ്ക്ക് കഴിയാതെ പോയത് എന്റെ മോള് സ്വയം ഏറ്റെടുത്തതാണ്. എല്ലാവരുടെയും ആഗ്രഹം സാധിക്കാൻ ഇവള് പൊയ്ക്കോട്ടെ സച്ചി. ഒന്ന് പുറത്തോട്ട് ഇറങ്ങണമെന്ന് തോന്നാ എനിക്കിപ്പോ. സച്ചി, എന്നെ ഒന്ന് കൊണ്ടുപോവോ പുറത്തേക്ക്? למנצח על ידותון, לאסף מזמור, קולי אל אלוהים ויצעקה, קולי אל אלוהים והאזן אליי. ביום צרתי אדוני דרשתי ידי, לילה נוגרה ולא תפוג מענה הנחם נפשי. אזכרה אלוהים ואהמיה אשיך, ותתעטף רוחי סלע. אחזת שמורות עיני נפעמתי ולא אדבר. ישבתי ימין מקדם שנות עולמים, אזכרה נגינתי בלילה, כי לבבי אשיך ויחפש רוחי. הלעולמי מזנח, אדוני ולא יוסיף לרצות עוד, האפס לנצח חסדו. ഒരു നിലയ്ക്ക് ഇതെങ്ങനെയായാലും നന്നായി. അവൾക്കും മറ്റുള്ളവർക്കും ഭാരമായി വെറുതെ ഒരു ജീവിതം. അന്ന് ഇഷാക്ക് പറഞ്ഞപ്പോ മുതൽ എനിക്ക് ടെൻഷനായിരുന്നു. നിങ്ങളെ അറിയിച്ചില്ല എന്നേ ഉള്ളൂ. സത്യത്തില് സാറയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അവന്റെ പപ്പായ്ക്കും അമ്മായ്ക്കും ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ലത്രേ. നിവാത്തിനും ബർഷേവിയിലും നേരത്തെ ചെന്നിട്ടുള്ള നമ്മുടെ ആൾക്കാരില്ലേ, അവർക്കും എതിർപ്പായിരുന്നു പോലും. പണ്ടത്തെ ചീത്തപ്പേര് തന്നെ. എന്തിനെ, സാറയ്ക്ക് വിസയും കൊണ്ടുവന്നില്ല അവൻ. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ വല്ല ഓർഫനേജിലോ ഓൾഡ് ഏജ് ഹോമിലോ കൊണ്ടാക്കിയിട്ട് പോകേണ്ടി വരും എന്ന് വരെ ഞാൻ കരുതി. എന്തായാലും ഭാഗ്യായി, അത് വേണ്ടി വന്നില്ലല്ലോ. ഒരു കണക്കിന് ദൈവം ഇത്തവണ എന്റെ കൂടെയാ. പോകാനുള്ള അവസാനത്തെ തടസ്സവും അങ്ങനെ മാറിക്കിട്ടി. പോവാണെന്ന് പറയുമ്പോഴൊക്കെ പിന്നെ എപ്പോഴോ സംഭവിക്കാനുള്ളതാണെന്ന് ഞാൻ കരുതിയിരുന്നത്. ഇതിപ്പോ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. 10, 9, 8, 7. നോക്ക് ജെന്നി, നിന്നെ പറഞ്ഞേക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എനിക്ക്? അത് മോളുള്ള ഒരാള് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്താ പിന്നെ ഫീഡ് ചെയ്ത് തന്നെയാ. അത് പോട്ടെ. പോണേന് മുമ്പ് ചെയ്തിട്ട് പോണോന്ന് കരുതിയിരുന്ന ഒരു പ്രധാന കാര്യം ഉണ്ടായിരുന്നു, ഒരു കൂട്ടിക്കെട്ടല്. അത് നടന്നില്ല. പക്ഷേ ഞാൻ പോയാലും അത് നടക്കണം. സച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതിനിടയിൽ അയാൾ സ്വന്തം കാര്യം മറക്കും. നിർബന്ധിക്കണം. എന്നിട്ട് ഒരുപാട് സന്തോഷത്തോടെ എല്ലാവിധ ഐശ്വര്യത്തോടു കൂടി ഈ ജന്മം മുഴുവൻ. ഒന്ന് നിർത്തി. ദേ, പൊന്നുപോലെ നോക്കണം. അടുത്ത ജന്മത്തില് തിരിച്ചേൽപ്പിക്കേണ്ടതാണെന്ന് ഓർമ്മ വേണം.